അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് റീൽസ് ഇതേപോലത്തെ ഒക്കെ വരുന്നുണ്ട്. പല ടൈപ്പിൽ പല മ്യൂസിക് പല എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു പ്രിവ്യൂ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു റീലിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ റീൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ എൻ്റെ വാട്സപ്പിലും പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ കാണുമ്പോഴും അതുപോലെ പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ളത് കാണുമ്പോൾ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു അയച്ച് തന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അയച്ചു തന്നുള്ള ഒരു റീലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുള്ളത്. അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ക്യാപ്കട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ നേരെ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്കട്ടിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തുള്ള ഓരോ മെത്തേഡാണ് പറഞ്ഞു തരിക. പിന്നെ നിങ്ങൾ ആ മെത്തേഡ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ക്ലിപ്സ് കാര്യങ്ങളും എഡിറ്റ് കാര്യങ്ങളും ട്രാൻസിഷൻസ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ തന്നിട്ടുള്ള ഈ ഒരു റീൽ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് താഴത്തെ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. 9:14 റേഷ്യോ കൊടുക്കുക. അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഓഡിയോ എടുക്കലാണ്. ഓഡിയോ എടുക്കാൻ വേണ്ടി ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ബോക്സിൽ കാണാൻ നിൽക്കവിടെ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത് നമ്മൾ സ്റ്റെപ്പിൽ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു വീഡിയോത്തെ ഓരോ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ കറക്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ കണ്ടോ, നമ്മൾ ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുള്ള ലെയർ നമുക്ക് ഇങ്ങനെ സൂം ഔട്ട് സൂം ഇനും ചെയ്താൽ ഇങ്ങനെ ലെയർ വലുതായി കൊണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് സൂം ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാക്സിമം അതിൻ്റെ ഒരു ഡ്യൂറേഷൻ കിട്ടാനുള്ള അതിക്ക് ആ ഒരു വൈറ്റ് ലൈന് പോകും. എന്നാൽ നിങ്ങൾ തുടക്കത്തിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ഫ്രണ്ടിക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ഓരോ ക്ലിപ്പിന്റെ ഓരോ ഇത് വരുന്ന രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലത്തെ ഒരു ഫസ്റ്റത്തെ ഒരു ട്രാൻസിഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഭാഗത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ അത് ആ ഒരു സാൻഡ് അങ്ങനെ അടിയിൽ മേലേക്ക് വരുന്ന ട്രാൻസിഷൻ കൊടുത്തിട്ട് ആ ഒരു ട്രാൻസിഷൻ വന്നിട്ട് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ കളർ വീഡിയോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളത് ഒരു ഇമേജ് ആണ്, വീഡിയോ അല്ല ഇമേജ് ആണ്. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ആഡ് ചെയ്തുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഈ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ ഫ്രണ്ടിക്ക് നീക്കിയിട്ട് ഓരോ വീഡിയോ വരുന്നോടത്തേക്ക് നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. മെല്ലെ മെല്ലെ ഇങ്ങനെ ഫ്രണ്ടിക്ക് പോവുക. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് എവിടെ വെച്ചിട്ടാണോ വരുന്നത് അവിടേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെക്കുക. ഇവിടെ ഉണ്ട് ഒരു സാൻഡ് അങ്ങനെ വരുന്നുണ്ട് അടുത്ത വീഡിയോന്റെ ബാക്കി. അപ്പോൾ ഇതേപോലെ അടുത്ത വീഡിയോ തുടക്കത്തിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഫ്രണ്ടിക്ക് തന്നെ പോവുക. അടുത്ത വീഡിയോ വരുന്ന ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ മെത്തേഡിൽ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ഓരോ ക്ലിപ്പ് വരുന്നിടത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ വൈറ്റ് ലൈന് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ആ ഒരു മ്യൂസിക്കത്തെ ഓരോ ക്ലിപ്പിനനുസരിച്ചിട്ട് ഞാനിവിടെ ആ ഒരു വീഡിയോ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓരോ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഒന്നാമത്തത് നമുക്ക് ഇമേജ് വേണ്ട, അത് നിങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തെ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ താഴത്തെ ബോക്സിൽ നിങ്ങൾക്ക് റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇത് ജസ്റ്റ് ഒരു റീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഓരോ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട് നമ്മുടെ ക്ലിപ്സ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇതിന്റെ ഒരു എളുപ്പ വഴിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എളുപ്പ വഴി വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആ ഒരു ഒറിജിനൽ ആയിട്ട് നമ്മൾ റെഫറൻസ് ആക്കി വെച്ചിട്ടുള്ള റീലിന്റെ ക്ലിപ്പിന്റെ അതേ അളവുക്ക് നിങ്ങൾക്ക് ഇതിലും നിങ്ങൾ ക്ലിപ്പ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാ ക്ലിപ്സും നിങ്ങളെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മെത്തേഡായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതേ മെത്തേഡിൽ നിങ്ങൾ ആ ഒരു റെഫറൻസ് വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ആ സ്പ്ലിറ്റ് ചെയ്ത ഓരോ ക്ലിപ്സിക്കും നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പൊ ഓൾറെഡി എൻ്റെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ട്രാൻസിഷൻ വരുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോ ഇത് രണ്ടാമത്തെ ക്ലിപ്പിന്റെ തുടക്കമാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ലോങ് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കുക. ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തുടക്ക ഭാഗം ഇങ്ങനെ വൈറ്റ് ലൈൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ താഴത്തെ ടൂൾ ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ഒരു ഫ്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ അതുകൊണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ഇമേജ് ആയിട്ട് കിട്ടും. അങ്ങനെ ഇമേജ് ആക്കി കിട്ടിയതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട ഇതിനനുസരിച്ചിട്ട് ആ മേലത്തെ നമ്മളെ റെഫറൻസ് വീഡിയോക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ബ്ലാക്ക് ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഒന്നുകൂടി ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ബോക്സിലെ ഓവർലേ സെലക്ട് ചെയ്തിട്ട് ഓവർലേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു റീല് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് ഒരു കോർണറിലേക്ക് വെക്കാം. നിങ്ങൾക്ക് ഒന്നുകൂടിയും അതിലെ എഫക്ട്സ് ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എവിടേക്കാണ് വരുന്നത് എന്നുള്ളതും ആ ഒരു ചെറിയ വീഡിയോ നമ്മൾ മേലെ കോർണർ കൊണ്ടുപോയി വെച്ച വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലേക്കാണ് ഇനി നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഇവിടെ വെച്ച് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അതിലേക്ക് ഇത് കട്ട് ഔട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ അവിടെ ഫുൾ ആയിട്ട് പൂർണ്ണത കിട്ടൂല. കാരണം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻഡ് ഇല്ലാത്തൊരു ഭാഗത്തേക്ക് നമ്മളൊരു സാൻഡിനെ കൂടെ ഇടുന്ന ഒരു എഫക്റ്റ് ആണ്. അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സാൻഡ് ആ ഒരു സ്ക്രീൻഷോട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് റെഡി ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഞാൻ സ്ക്രീൻഷോട്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ട സാൻഡ്, അപ്പോൾ ആ ഒരു സാൻഡ് ഇനി നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ നമ്മളൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ. ആ ഒരു ഫോട്ടോ റൂം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ലോഡിങ് ഉണ്ടാവും അതിന് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഉണ്ടാവും ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ അതിൽ കാണാൻ നിൽക്കും മേലെ റീടച്ച് എന്നൊരു ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു സാൻഡയുടെ ഇമേജ് അതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ സാൻഡിനെ വൃത്തിക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സ്ക്രീൻഷോട്ടിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു പ്ലേ ചെയ്യണതിൻ്റെ ആ ഒരു ഇതും കാണും, അതും കൂട്ടിയിട്ട് നിങ്ങൾ ഹീൽ ചെയ്തോ. ഇപ്പം ഞാൻ ഏകദേശം നൈസായിട്ടൊന്ന് ഹീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ക നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ലൈറ്റ് റൂമിൻ്റെ അഡോബിൻ്റെ വെച്ചിട്ടുള്ള ഹീലിംഗ് ചെയ്യേണ്ടി വരും. അതാണ് ഒന്നുകൂടി നീറ്റായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ പ്രീമിയം ഉണ്ടെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഈ ഫോട്ടോ റൂം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇത് നേരെ ഗാലറിക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ബോക്സിൽ ഓവർലേ ആഡ് ഓവർലേ പോവുക. നമ്മൾ സ്ക്രീൻഷോട്ട് അടിച്ചതിന് ഇനി ആ ഒരു സാൻഡിനെ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ ഓട്ടോ റിമൂവിൽ എടുത്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ഔട്ട് ആനിമേഷൻ ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് പോർഷൻ ഇങ്ങനെ അടിയിക്കിട്ട് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സാൻഡ് ഇല്ലാത്ത ഭാഗത്തേക്ക് നമ്മളിങ്ങനെ സാൻഡിനെ കൂടെ ഇടുന്ന ഒരു എഫക്റ്റ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ സെറ്റ് ചെയ്യുക ആ ഒരു ഭാഗം ഫസ്റ്റ് പോർഷൻ. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇങ്ങനെ സൂം ആയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് ചെയ്യണത് കാണിച്ചിട്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു മേലത്തെ വീഡിയോ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് സൂം വരുന്നത് നോക്കുക. സൂം ഇപ്പോൾ ഇവിടെ കണ്ടാൽ സൂം വരുന്നുണ്ട്. അപ്പോൾ ആ സൂം ഫസ്റ്റത്തെ സൂം എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണം നോക്കുക, അവിടെ സ്പ്ലിറ്റ് കൊടുക്കുക. പിന്നെ അടുത്തത് ഇങ്ങനെ പോയിട്ട് അടുത്തത് എവിടെ എൻഡ് ചെയ്യണം നോക്കുക, അവിടെ കൊടുക്കുക. അടുത്തത് എവിടെ നിന്നാണ് പോകണം എൻഡ് ചെയ്യണം നോക്കുക, അവിടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി സൂം ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് ആദ്യത്തെ കുറച്ച് സൂം, പിന്നെ അടുത്ത കുറച്ചും കൂടി സൂം, പിന്നെ ലാസ്റ്റത്തെ ആയിക്കും നല്ല സൂം. കണ്ടോ, ഇതേപോലെയാണ് ഈ ഒരു ടൈപ്പിലാണ് ഇങ്ങനെ ഓരോ ആ ഒരു ക്ലിപ്പ് തന്നെ. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത ക്ലിപ്പ് തന്നെ 2-3-4 തവണ കട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോന്നിനും ഓരോ സൂം ഇങ്ങനെ കൂടി വരുന്ന പോലെ കൂട്ടി കൊടുക്കുക. അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അടുത്തത് ഇതിൽ ചെയ്തിരിക്കുന്നത് ചിലയിടത്ത് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആ സെയിം മോഡൽ തന്നെ കോപ്പി അടിക്കണം എന്നില്ല, നിങ്ങൾക്ക് വേണ്ട രീതിക്ക് നിങ്ങൾക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താം. പിന്നെ ഞാൻ അടുത്തത് ഇതിൽ കൊടുത്തിട്ടുള്ളത് പറയുന്നത് ഈ ഒരു എഫക്റ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്.
അത് കിട്ടിയിരിക്കുന്നത് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്രോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റിട്രോ ഓപ്ഷനിൽ ഇതേപോലത്തെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലിപ്സുകൾക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെക്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് ഈ ക്ലിപ്പിൽ വന്നിട്ടുള്ളത് ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻ ആണ്. ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻ നമ്മൾ ആ ഒരു നേരത്തെ ക്രിസ്മസ് സാന്റനെ ചെയ്തല്ലോ ആ സെയിം തന്നെയാണ്. ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻ ഒരുപാട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇതിൽ ഇങ്ങനെ ഒരു സൂം വരുന്നുണ്ട്. പെട്ടെന്ന് മറ്റേ ടൈപ്പ് സൂം അല്ലത്. ഈ സൂം ചെയ്തിട്ടുള്ളത് കീ ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തിരിക്കുകയാണത്. അപ്പോൾ ആ ഒരു സൂം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ 2 ടൈപ്പ് സൂമിങ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഈ ഈ ഒരു ഭാഗമൊക്കെ ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ തന്നെയാണ്. പിന്നെ ഈ കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുമ്പോൾ ചില ഭാഗത്ത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ട് പിന്നെ കളറിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരേണ്ട ഭാഗത്ത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഭാഗം നിങ്ങൾ ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് സാച്ചുറേഷൻ ഇങ്ങനെ കുറച്ചാൽ മതി. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ മെല്ലെ ഒരു ഇങ്ങനെ സാച്ചുറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ കളർക്ക് വരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോവുക. അതിൽ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് 2 കളർ എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. അത് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതാ ഈ കാണുന്നത്. ഓക്കെ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സെക്ഷൻ അങ്ങനെ വരുന്നത്. പിന്നെ ഇപ്പൊ ഇതിന്റെ ബാക്കിൽ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ബോർഡർ പോലെ വന്നില്ല. ഇതൊക്കെ ആ ഒരു റിട്രോ എന്നുള്ള ആ ഒരു എഫക്റ്റത്തെ ഓരോ എഫക്റ്റുകളാണ്. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഓരോന്ന് നോക്കി നോക്കുക. അതിൽ നിങ്ങൾക്ക് പറ്റിയത് യൂസ് ചെയ്യുക. പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ട് ആ ബോർഡറിൽ സെറ്റ് ചെയ്യുന്നത് കാണാനുണ്ടാവും. കണ്ടോ? ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഒരു ബ്ലാക്ക് ബോർഡറിന്റെ ഒരു ട്രാൻസ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പൊ അതൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം താഴത്തെ ബോക്സിൽ ആഡ് ഓവറിൽ പോയിട്ട് നിങ്ങൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ ആ ഒരു ക്ലിപ്പ് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. അതിനനുസരിച്ചിട്ട് ഈ ഒരു ബ്ലാക്ക് ഇമേജിന്റെ ലെങ്ത് നിങ്ങൾ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് ഒരു മാസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു മാസ്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൽ മിറർ കൊടുക്കുക. മിറർ കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് താഴത്തെ ഇൻവെർട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് ബോർഡർ എത്ര വരണം നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ മേലത്തെ ഒരു 0 ഡിഗ്രിയിൽ തന്നെയാണ് നിങ്ങൾ ആദ്യം കൺഫേം ആക്കണം. എന്നിട്ട് ആ ബ്ലാക്ക് ബോർഡർ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മേലെ ആയിട്ട് കാണാം ഈ ഒരു കീ ഫ്രെയിമിന്റെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ കീ ഫ്രെയിം കൊടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഒന്ന് തുടക്കത്തിലും പിന്നെ ഒന്ന് അവസാനത്തിലും നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക നിങ്ങളെ ക്ലിപ്പിന്റെ. പിന്നെ നിങ്ങൾക്ക് അടുത്ത കീ ഫ്രെയിം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആ ഒരു അടിയുന്ന ബോർഡർ എവിടെ എത്രാമത്തെ ടൈമിലാണ് വരേണ്ടത് അവിടേക്ക് നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അടിയിൽ മേലേക്ക് ഇതുവരെ കീ ഫ്രെയിമിൽ ആ ഒരു ബ്ലാക്ക് ബോർഡർ ഇപ്പോൾ ഇങ്ങനെ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. പിന്നെ ആ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ട് എവിടുന്നാണ് അടിക്ക് പോകേണ്ടത് എന്നുള്ളതിന്റെ തുടക്കം നിങ്ങൾ അടുത്തൊരു കീ ഫ്രെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 4 കീ ഫ്രെയിം ഇടുക. എന്നിട്ട് അതിലെ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ ആ ബ്ലാക്ക് ബോർഡർ നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒഴിവാക്കുക. അതേപോലെ ലാസ്റ്റ് കീ ഫ്രെയിമിലും ആ ബ്ലാക്ക് ബോർഡർ നിങ്ങൾ വീഡിയോ ഒഴിവാക്കുക. ഇപ്പൊ കണ്ടപ്പോൾ ആ ഒരു ബ്ലാക്ക് ബോർഡർ വീഡിയോക്ക് വന്നു. പിന്നെ ബ്ലാക്ക് ബോർഡർ വീഡിയോ പോയി. അപ്പൊ ഒരു എഫക്റ്റ് ഇപ്പൊ നമുക്കിവിടെ വന്നിട്ടുണ്ട് ട്രാൻസിഷന്. അപ്പൊ ഇനി അടുത്തത് ഇനി ഈ ഒരു പോണതും വരവും നമുക്ക് ഒന്നുകൂടി വൃത്തിക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മേലത്തെ ഗ്രാഫ് ഓപ്ഷനിൽ നിങ്ങൾ ഏസ് ഔട്ട് എന്നുള്ളതുണ്ട്. അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി അടുത്തത് ഇനി ഈ ഒരു സാൻഡിനെ നമ്മൾ ഈ ഒരു ഗ്രാഫിന്റെ ഈ ഗ്രാഫ് അല്ല ഈ ഒരു ബ്ലാക്ക് ബോർഡറിന്റെ അപ്പുറത്തേക്ക് ഇടണം. അപ്പൊ അതിനായിട്ട് ഈ ക്ലിപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓവർലേ കൊടുക്കുക. എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നമ്മളൊരു ക്ലിപ്പിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ബ്ലാക്ക് ഇമേജിന്റെ. എന്നിട്ട് താഴത്തെ ബോക്സിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിൽ ഓട്ടോ റിമൂവൽ കൊടുക്കുക. ഓട്ടോ റിമൂവൽ കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം നമ്മുടെ ഫ്രണ്ടിക്ക് ആ ഒരു സാൻഡ് വരും. അപ്പൊ ഇങ്ങനെയാണ് ആ ട്രാൻസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ട്രാൻസിഷനാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൂടുതൽ ഇതിൽ യൂസ് ചെയ്ത് പറയുന്നത് ഇതേപോലത്തെ ഈ ഒരു കട്ടൗട്ട് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പ് പറഞ്ഞു സാൻഡ് ആഡ് ചെയ്ത് വന്നത്. പിന്നെ അതിൽ പിന്നെ എക്സ്ട്രാ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു യൂണിക് ആയിട്ടുള്ള ട്രാൻസിഷൻസ് കാര്യങ്ങളും പിന്നെ ഇതിൽ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ റിട്രോ ഓപ്ഷൻ ആണ്. പിന്നെ ഇതിൽ കൂടുതലും കട്ടൗട്ട് ആനിമേഷൻ തന്നെയാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡാൻസിന്റെ കട്ട്സുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ ഞാൻ ഗ്രാഫ് പറഞ്ഞുതരാം. ഈ ഒരു കാണുന്ന ഗ്രാഫ് ഓക്കെ. അപ്പൊ ഈ ഒരു കാണുന്ന ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്ത ക്ലിപ്സുകൾക്ക് നിങ്ങൾ ഒരു ചെറിയ ചെറിയ ആയിട്ടുള്ള ക്ലിപ്സുകൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രാഫ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഇത്ര കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു ബേസ് ഇതിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് കൂടെ അല്ലാതെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ല എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒരുപാട് ട്രാൻസിഷൻസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്ത് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പൊ അത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്തുപോലെ യൂസ്ഫുൾ ആയ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ.